പരസ്പരം ആരോപണങ്ങളും പരസ്പരം ചെരിവാരിയതിനൊക്കെ നടക്കുന്ന കാലം 67 ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് സപ്തകക്ഷി മുന്നണി ഗവൺമെൻറ്റായിരുന്നു. ആ ഗവൺമെൻറ്റിൽ സപ്തകക്ഷി മുന്നണിയെ പൊളിച്ചാണ് ശ്രീ കെ കരുണാകരൻ കേരളത്തിൽ ഐക്യമുന്നണി ഉണ്ടാക്കിയത്. ശ്രീ ചേലാട്ട് അച്യുതമേനോൻ MLA അല്ലായിരുന്നു. അദ്ദേഹത്തെ കേരളത്തിന് മുഖ്യമന്ത്രിയാക്കി കൊട്ടാരക്കരയിൽ കൊണ്ടുപോയി നിർത്തി മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് MLA ആക്കി. ഏതാനും മാസം കഴിഞ്ഞ് കേരള നിയമസഭ പിരിച്ചുവിട്ടു. കേരളത്തിൽ അന്ന് തെരഞ്ഞെടുപ്പ് നടന്നു 1970. വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നത്. ശ്രീ അച്യുതമേനോനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കി. കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് ആദ്യത്തെ 2 വർഷക്കാലം മാറി നിന്നു. പിന്നീട് ശ്രീ കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായും ശ്രീ KG അടിയോടി, പോൾ പി മാണി, വെള്ളയീശ്വരൻ, അതുപോലെ ജേക്കബ് അടക്കമുള്ള ആളുകൾ മന്ത്രിമാരായും വന്നു. കേരളത്തിലെ ചരിത്രത്തിൽ ആ ഗവൺമെൻറ് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആദ്യമായി കേരളത്തിൽ 5 വർഷക്കാലം പൂർത്തിയാക്കിയ ആദ്യത്തെ ഗവൺമെൻറ് ആ ഗവൺമെൻറ്റാണ്. 75 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 2 കൊല്ലം കൂടി ആ ഗവൺമെൻറ്റിന് കൂടുതൽ കിട്ടി. 7 കൊല്ലം ഭരിച്ചു. അപ്പോൾ കേരളത്തിൽ ആദ്യമായി 5 കൊല്ലക്കാലം പൂർത്തിയാക്കിയ ഒരു ഗവൺമെൻറ്, അടിയന്തരാവസ്ഥയുടെ ആനുകൂല്യം കൊണ്ട് 2 കൊല്ലം അധികം കിട്ടിയ ഒരു ഗവൺമെൻറ്, 7 കൊല്ലം ഭരിച്ച ഗവൺമെൻറ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന കോൺഗ്രസ് പാർട്ടി ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം കൊണ്ടുവന്ന കോൺഗ്രസ് പാർട്ടി ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. മതാത്മകമായ സമൂഹത്തിൽ നിന്ന് ഈ രാജ്യത്തെ ഒരു മതേതര രാഷ്ട്രമാക്കി മാറ്റിയ കോൺഗ്രസ് ഇവിടെ പരാജയപ്പെടുക. ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിച്ച് സുശക്തമായ ഒരു ഭരണഘടന ഉണ്ടാക്കി. ആ ഭരണഘടനയിലൂടെ ജനങ്ങൾക്ക് മൗലികമായ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും കൊടുത്ത കോൺഗ്രസ് ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. എന്തിനേറെ ഇന്ദിരാഗാന്ധി പോലും പരാജയപ്പെട്ടു. പക്ഷെ അന്ന് കേരളത്തിൽ 5 വർഷക്കാലം അടിയന്തരാവസ്ഥയുടെ 2 കൂടി ചേർത്ത് 7 കൊല്ലം ഭരിച്ച അച്യുതമേനോന്റെ ഗവൺമെന്റ് അധികാരത്തിലേക്ക് മടങ്ങി വന്നു 111 സീറ്റുകളുമായി. അധികാരത്തിൽ ഇരുന്നു കൊണ്ടൊരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് അധികാരത്തിലേക്ക് മടങ്ങി വന്ന് കേരളത്തിൽ ആദ്യമായി തുടർഭരണം കാഴ്ചവെച്ച ആദ്യത്തെ ഗവൺമെന്റ് അച്യുതമേനോൻ ഗവൺമെന്റാണ്. മുഖ്യമന്ത്രി മാറി, കരുണാകരൻ വന്നു. അതേപോലെ കേരളത്തിൽ ഇനിയൊരു തുടർഭരണം ഉണ്ടാകുമെന്നുള്ള ദിവാസ്വപ്നം പിണറായി വിജയൻ കാണുകയാണ്. 5 കൊല്ലം കൂടി ഭരിക്കുമെന്ന്. എന്തിനാണ് 5 കൊല്ലം ഭരിക്കാൻ ഈ ഗവൺമെന്റ് ഇനിയും വോട്ട് കൊടുക്കുന്നത്? നിങ്ങൾ ആലോചിക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ തമ്മിലാണ് മത്സരിക്കുന്നത്? ഇപ്പൊ BJPയുടെ പ്രസിഡന്റ് സുരേന്ദ്രൻ ഇവിടെ മത്സരിക്കുന്നെന്ന് പറയുന്നു. സുരേന്ദ്രൻ ഇവിടെ പരാജയപ്പെട്ട 89 വോട്ടിനാണ്. ആ 89 വോട്ട് 9000 ആക്കി മാറ്റിയ ഖമറുദ്ദീനാണ് ഇവിടെ ഇരിക്കുന്നത്, ഇവിടുത്തെ MLA. സുരേന്ദ്രൻ 89 വോട്ടിനാണ് തോറ്റതെങ്കിൽ ഈ മണ്ഡലത്തിൽ അദ്ദേഹം വിജയിക്കുമെങ്കിൽ എന്തിനാണ് ഗോപി മത്സരിക്കുന്നത്? 2 മണ്ഡലത്തിൽ മത്സരിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഉറപ്പല്ലേ? സുരേന്ദ്രൻ ഇവിടെ ഉറപ്പുണ്ടെങ്കിൽ പിന്നെ മറ്റിടത്ത് പോയി മത്സരിക്കേണ്ട കാര്യമില്ല. അല്പൻ ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കുടപിടിക്കുമെന്നൊരു ചൊല്ലുണ്ട്. ഇപ്പൊ സുരേന്ദ്രൻ ഹെലികോപ്റ്ററിലാണ് ഇവിടെ വരുന്ന ആളുകളെ കാണാൻ. ഇനിയിപ്പോ AK അഷ്റഫ് സ്ഥാനാർത്ഥി പര്യടനം ആരംഭിക്കുമ്പോൾ നാട്ടുകാർ പറയുന്നത് സുരേന്ദ്രൻ ആനപ്പുറത്തായിരിക്കും, ജീപ്പിനകത്തല്ല സ്ഥാനാർത്ഥി പര്യടനം നടത്താൻ പോകുന്നത്. ആകാശത്തൂടെ സഞ്ചരിക്കുക, ആനപ്പുറത്ത് സഞ്ചരിക്കുക. ആനപ്പുറത്തിരിക്കുമ്പോൾ താഴെ നിൽക്കുന്ന ജനങ്ങളെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ ആലോചിക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കാനാണ് BJP നിലകൊള്ളുന്നത്.
BJP-ക്കാർ ഒരിടത്തും പറയുന്നില്ല മാർക്സിസ്റ്റ് മുക്ത ഭാരതം. ഇന്ത്യയിൽ ഈ സാധനം ഉണ്ടെങ്കിൽ വേണമല്ലോ മാർക്സിസ്റ്റ് മുക്തമാക്കാൻ. കേരളത്തിൽ മാർക്സിസ്റ്റ് മുക്ത കേരളം എന്ന മുദ്രാവാക്യമില്ല. അപ്പോ മാർക്സിസ്റ്റ് മുക്ത കേരളം എന്ന മുദ്രാവാക്യമില്ല, മാർക്സിസ്റ്റ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യമില്ല. ഇവിടെ കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കാൻ അവർ നിലകൊള്ളുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പുള്ള സമീപനം എന്താ? എത്രയോ കൊല്ലമായി കേരളത്തിൽ രാഷ്ട്രീയ സംഘർഷം നടക്കുന്നു, സംഘടന നടക്കുന്നു. 1969 വാടിക്കൽ രാമകൃഷ്ണനെ കൊലപ്പെടുത്തിയ കൊലക്കേസിലെ പ്രതിയാണ് പിണറായി വിജയൻ. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന നഥുറാം വിനായക് ഗോഡ്സെയെ തൂക്കിക്കൊന്നു, നാരായണത്തെ തൂക്കിക്കൊന്നു, ഗോപാൽ ഗോഡ്സെക്ക് ജീവപര്യന്തം കൊടുത്തു. പക്ഷെ മഹാത്മാഗാന്ധിയുടെ കൊലപാതകം 5 പ്രാവശ്യം ആസൂത്രണം ചെയ്ത ഇതിന്റെ ആസൂത്രകൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? VD സവർക്കർ എന്നാണ്. കൊലക്കേസിൽ അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു, കോടതിയിൽ ഹാജരാക്കി. പക്ഷേ പ്രോസിക്യൂഷന് VD സവർക്കറുടെ പങ്ക് തെളിയിക്കാൻ, അസന്നിഗ്ധമായി തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ട് സംശയത്തിന്റെ ആനുകൂല്യം കൊടുത്താണ് മഹാത്മാഗാന്ധിയുടെ വധത്തിൽ നിന്ന് VD സവർക്കറെ ഒഴിവാക്കിയത്. ഇവിടെയും അതാ സംഭവിച്ചത്. പിണറായി വിജയൻ കൊലപാതകം ആയുധം കൊണ്ട് നടത്തുന്നത് നേരിട്ട് കണ്ടു. വാടിക്കൽ രാമകൃഷ്ണനെ കൊല്ലുന്നതിന് ദൃക്സാക്ഷിയുണ്ട്. ആ ദൃക്സാക്ഷിയോട് പറഞ്ഞ് സാക്ഷി പറഞ്ഞാൽ അടുത്തത് നീയാണ്, നീയും ജീവിച്ചിരിക്കില്ല. ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് കോടതിയിൽ പോയി സത്യം പറയാൻ അറച്ചതുകൊണ്ട് ആ കേസിൽ പിടിക്കപ്പെട്ട ശ്രീ പിണറായി വിജയൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഒന്നുകിൽ വധശിക്ഷയ്ക്ക് വിധേയനാകുമായിരുന്നു, അല്ലെങ്കിൽ ജീവപര്യന്തം ജയിലിൽ നിന്ന് ഇറങ്ങി രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നു. എത്ര പേരെയാണ് ഇവിടെ കൊന്നത്? കല്യോട്ടെ, ശരത്ലാലും കൃപേഷുമടക്കം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. മാർക്സിസ്റ്റുകാർ കൊന്നവരുടെ കണക്കെടുക്കുക, RSSകാർ കൊന്നവരുടെ കണക്കെടുക്കുക. കേരളത്തിൽ ആയുധം താഴെ വയ്ക്കാൻ പിണറായി വിജയൻ പറഞ്ഞാൽ, കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞാൽ, ജയരാജന്മാർ പറഞ്ഞാൽ പിന്നെ രാഷ്ട്രീയ കൊലപാതകം നടക്കില്ല. അതുപോലെ ഇപ്പുറത്ത് വർഷം തില്ലങ്കേരി RSSന്റെ നേതാക്കന്മാർ പറഞ്ഞാൽ ഒരു RSSകാരും കൊല്ലില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെയും RSSന്റെയും നേതാക്കന്മാർ സ്വന്തം അണികളോട് ആയുധം താഴെയിടാൻ പറഞ്ഞാൽ താഴെയിടും. ആയുധം എടുക്കരുതെന്ന് പറഞ്ഞാൽ ആയുധം എടുക്കില്ല. പക്ഷെ ഈ അടുത്ത കാലത്ത് സർവ്വജാലം മറയ്ക്കപ്പെട്ട ഒരു സ്ത്രീയും പുറത്തു വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ റോളെന്താ? മധ്യസ്ഥന്റെ റോള്. അദ്ദേഹം ആരാ? പിണറായി വിജയൻ പറഞ്ഞാൽ അനുസരിക്കാത്ത മാർക്സിസ്റ്റുകാരെ അനുസരിപ്പിക്കാൻ എമ്മിന് കഴിയുമോ? തില്ലങ്കേരി പറഞ്ഞാൽ അനുസരിക്കാത്ത RSSകാരെ അനുസരിപ്പിക്കാൻ എമ്മിന് കഴിയുമോ? എന്തായിരുന്നു? കൊലപാതകം അവസാനിപ്പിക്കാനാണ് ചർച്ചയെന്ന് പറഞ്ഞു. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ ചർച്ചയെ നടന്നിട്ടില്ല. പക്ഷെ ജയരാജൻ പറഞ്ഞു ചർച്ച നടന്നു. ആദ്യത്തെ ചർച്ച പയ്യന്നൂരിൽ, രണ്ടാമത്തെ ചർച്ച തലശ്ശേരിയിൽ, തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത ചർച്ച. എന്താണ് ഈ രഹസ്യ ചർച്ച? അതാണൊരു അന്തർധാര. കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കാൻ, കേരളത്തിലെ കോൺഗ്രസിനെ തകർക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയെ സഹായം ചോദിച്ചു BJP. ആ സഹായം ചെയ്താൽ, കേരളം കോൺഗ്രസ് മുക്തമാക്കിയാൽ RSSന് 10 സീറ്റ് കൊടുക്കാമെന്നുള്ള കരാർ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോ ഈ മഞ്ചേശ്വരത്ത് BJPയുടെ പ്രസ്റ്റീജിയസ് സീറ്റായ സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുന്നിടത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇട്ടിരിക്കുന്ന സ്ഥാനാർത്ഥി ഒരു ചാവയറാണ്. ചാവയർ എന്ന് പറയാൻ ആരാണിയാൽ? ആർക്ക്
മത്സരിക്കാൻ സ്ഥാനാർത്ഥിയില്ലാഞ്ഞിട്ടാണോ ഇവിടെ രമേശനെ ഇട്ടത്? അപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും BJPയും RSS തമ്മിലുണ്ടാക്കിയ അന്തർധാര, അതിന്റെ രക്തസാക്ഷിയാകാനാണ് ഒരു നേർച്ചക്കൂലിയായി രമേശനെ ഇട്ടിരിക്കുന്നത്. പക്ഷെ ആ അന്തർധാര മഞ്ചേശ്വരത്തിന് മണ്ണിൽ വരെ പോകും. നിങ്ങൾക്കറിയാം, 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിടുന്നത്. ഇടതുപക്ഷമുണ്ടായി, മാർക്സിസ്റ്റ് പാർട്ടി, CPI. 64 ഇലക്ഷൻ വന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിടർന്നു. ഏതാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? അന്ന് നേതാക്കന്മാർ മുഴുവൻ CPIയിൽ, മാർക്സിസ്റ്റ് പാർട്ടിയിൽ ആരുമില്ല. തന്ത്രശാലിയായ ബുദ്ധിശാലിയായ EMS പാണക്കാട്ട് കുടപ്പനക്കൽ തറവാട്ടിൽ ചെന്ന് തങ്ങന്മാരെ കണ്ടു, കാല് പിടിച്ചു, രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കാല് പിടിച്ചപ്പോൾ അവരുടെ മനസ്സുരുകി, രക്ഷിക്കാമെന്ന് സമ്മതിച്ചു. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതാണെന്ന് മാറ്റുരയ്ക്കുന്ന ആ തെരഞ്ഞെടുപ്പിൽ പാണക്കാട്ട് കുടുംബത്തിന്റെ ഔദാര്യം കൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ 44 സീറ്റ് മാർക്സിസ്റ്റ് പാർട്ടി കിട്ടി. മറ്റേ പാർട്ടിക്ക് 3 സീറ്റ്. CPIക്കാരാണ് പാണക്കാട്ട് പോയതെങ്കിൽ, തങ്ങന്മാരുടെ കാല് പിടിച്ചതെങ്കിൽ CPIക്ക് 44, മാർക്സിസ്റ്റ് പാർട്ടിക്ക് 3. മാർക്സിസ്റ്റ് പാർട്ടി ബുദ്ധി കാണിച്ചു. 44 മേടിച്ചെങ്കിലും ഗവൺമെന്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല. 1962 ഇന്ത്യ വിരുദ്ധ പ്രസംഗം സഭ വിളിച്ചുകൂട്ടി. MLA-മാർ സഭയിൽ വരാൻ പറ്റിയില്ല, എല്ലാ അകത്ത് കിടക്കുക ജയിലിൽ. രാജ്യദ്രോഹ പ്രസംഗം നടത്തിയ മാർക്സിസ്റ്റ് MLA-മാർ ജയിലിൽ. സഭ വിളിച്ചുകൂട്ടി, MLA-മാരില്ല. അങ്ങനെയാണ് 1965 ആർക്കും ഭൂരിപക്ഷമില്ലാത്തതുകൊണ്ട് സഭ പിരിച്ചുവിട്ടത്. കേരളത്തിൽ അന്ന് ഇല്ലെന്ന് പറയാമോ? 67 സപ്തകക്ഷി മുന്നണിയിലുമുണ്ടല്ലോ. തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ ശുദ്ധം. മുസ്ലിം ലീഗ് ഇപ്പോഴെങ്ങനെ വർഗീയ പാർട്ടിയായത്? EMSന്റെ പാർട്ടിയെ കേരളത്തിൽ നിലനിർത്തി കൊടുത്തൊരു പാർട്ടി, ആ പാർട്ടിയിൽ എങ്ങനെ വർഗീയത കാണുന്നത്? കാലാകാലങ്ങളിൽ കേരളത്തിലെ ന്യൂനപക്ഷ വർഗീയതയെ മുതലെടുത്തിട്ടില്ലേ മാർക്സിസ്റ്റ് പാർട്ടി? ജമാഅത്തെ ഇസ്ലാമിയുമായി, വെൽഫെയർ പാർട്ടിയുമായി, പോപ്പുലർ ഫ്രണ്ടുമായി, PDPയുമായി, എന്തിനേറെ പാകിസ്ഥാനിലെ സദാം ഹുസൈനെ പോലും തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച പാർട്ടിയല്ലേ ഈ പാർട്ടി? ഇല്ലെന്ന് പറയാമോ? കാലാകാലങ്ങളിൽ ന്യൂനപക്ഷ വർഗീയതയെ തലാതലം പോലെ ഉപയോഗിച്ച് UDF-നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങൾ ഒറ്റക്കെട്ടായി UDF-നോടൊപ്പം വന്നപ്പോൾ ഭൂരിപക്ഷ വർഗീയതയുമായി സന്ധി ഉണ്ടാക്കി, രഹസ്യധാരണ ഉണ്ടാക്കി UDF-നെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ രംഗത്ത് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ കരുതലോടുകൂടി വേണം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ നോക്കിക്കാണാൻ. പിന്നെ എന്തിന്റെ പേരിലാണ് ഒരു തുടർ ഭരണം? ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഒരു തുടർ ഭരണം കൊടുക്കണമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. ബഹുജന സമ്പർക്ക പരിപാടി, കാരുണ്യ ബെനവലന്റ് ഫണ്ട്, കോക്ലിയർ ഇംപ്ലാന്റേഷൻ, വിഴിഞ്ഞം തുറമുഖം, മെട്രോ തീവണ്ടി, സ്റ്റാർട്ടപ്പ് വില്ലേജുകൾ, മാത്രമല്ല ഉത്തര മലബാറിന്റെ അഭിമാനമായ കണ്ണൂർ വിമാനത്താവളം, കേരളത്തിലെ 14 ജില്ലയിൽ ഉക്കിനടുക്കടുക്കം 14 മെഡിക്കൽ കോളേജുകൾ. ആ ഉമ്മൻചാണ്ടിയാണ് ഒരു തുടർ ഭരണം ചോദിക്കുന്നതെങ്കിൽ മനസ്സിലാക്കാം. ഈ ഗവൺമെന്റ് ഇതിനാണ് തുടർ ഭരണം. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു അധോലോക കേന്ദ്രമാണെന്ന് പറഞ്ഞിരിക്കുന്നു. 7ഓളം അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വട്ടമിട്ട് പറക്കുന്നു. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, IT സെക്രട്ടറി, അദ്ദേഹം കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് വർഷങ്ങളായി എനിക്കറിയാം. ശിവശങ്കറിനെ, അദ്ദേഹത്തിന്റെ മനോവീര്യം കെടുത്താൻ, IAS-കാരുടെ മനോവീര്യം കെടുത്താൻ പ്രതിപക്ഷം ബോധപൂർവം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. നിരപരാധിയാണ്, നിർദോഷിയാണ് ശിവശങ്കർ.
92 ദിവസം അദ്ദേഹം ജയിലിൽ കിടന്നത് നിർദോഷിയായിട്ടാണോ? രാഷ്ട്രീയ കാരണങ്ങൾ പറഞ്ഞ് ഒരു നേതാവിനെ അപമാനിക്കാൻ, അവഹേളിക്കാൻ, അപകീർത്തിപ്പെടുത്താൻ ഖമറുദ്ദീനെ 92 ദിവസം ജയിലിട്ടപ്പോഴാണോ ശിവശങ്കർ ജയിലിൽ കിടന്നത്? എന്തേ ഖമറുദ്ദീനെ ചാർജ് ചെയ്ത കേസിലെ 1-ാം പ്രതിയെ പിടിക്കുന്നില്ല? എന്തേ അറസ്റ്റ് ചെയ്യുന്നില്ല? അപ്പൊ എല്ലാവർക്കും അറിയാം, രാഷ്ട്രീയ വൈര നിര്യാതന ബുദ്ധിയോടുകൂടിയാണ് ഈ ഗവൺമെന്റ് ഖമറുദ്ദീനെതിരെ നിലപാട് സ്വീകരിച്ചത്. പക്ഷെ ശിവശങ്കറിനെതിരെ അങ്ങനാണോ? കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ കള്ളക്കടത്ത്. എന്താണ് ഡിപ്ലോമാറ്റിക് ബാഗേജ്? നയതന്ത്ര പരിരക്ഷയുള്ള ബാഗേജ്, നയതന്ത്ര സുരക്ഷയുള്ള ബാഗേജ്. ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് ആ ബാഗേജ് മറ്റൊരു രാജ്യത്തിലേക്ക് പോയാൽ ഉത്തരവാദിത്തപ്പെട്ട പ്രോട്ടോകോൾ ഓഫീസർ ഒപ്പിട്ടല്ലാതെ ആ ബാഗ് വാങ്ങാൻ പറ്റില്ല. ഞാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിക്കുന്നു, ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ സ്വർണം കടത്തിയ മനസ്സിലാക്കാം, ഡോളർ കടത്തിയ മനസ്സിലാക്കാം. ഈന്തപ്പഴം എന്തിനാണ് ഇതിനകത്ത് കടത്തുന്നത്? എന്തിനാണ് ഈന്തപ്പഴം കടത്തുന്നത്? കാർഗോയിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം കണ്ടെയ്നറിൽ കൊണ്ടുവരാം. 6666 ആയത്തുള്ള മഹത്തായ ഖുർആൻ ആരാലും തുറക്കപ്പെടാൻ പാടില്ലാത്ത പറ്റാത്ത ഡിപ്ലോമാറ്റിക് ബാഗേജിൽ കൊണ്ടുവരേണ്ട കാര്യം എന്താ? ഇത് കണ്ടെയ്നറിൽ വന്നാൽ പോരെ? ഇത് കാർഗോയിൽ വന്നാൽ പോരെ? ഇത് ഖുർആനാണ്. തുറന്നു നോക്കിയാൽ എന്ത് അപകടം! ഈ പുസ്തകം കണ്ടാൽ നമിക്കില്ലേ ആളുകൾ? വണങ്ങില്ലേ ആളുകൾ? ആരാലും തുറക്കപ്പെടാത്ത ഡിപ്ലോമാറ്റിക് ബാഗേജിൽ എന്തിനാ ഖുർആൻ കൊണ്ടുവരുന്നത്? വല്ല ആവശ്യമുണ്ടോ? അപ്പൊ ഖുർആൻ അല്ല, ഖുർആന്റെ മറവിൽ കള്ളക്കടത്ത്, ഈന്തപ്പഴത്തിന്റെ മറവിൽ കള്ളക്കടത്ത്, ഡോളർ കള്ളക്കടത്ത്, ഇതെല്ലാം നടത്തിയ ശിവശങ്കറാണ്, സ്വപ്നയാണ്, സന്ദീപാണ്, സരിതാണ്, മുഖ്യമന്ത്രിയുടെ IT സെക്രട്ടറി അരുൺ ബാലചന്ദ്രനാണ് എന്നല്ലേ നമ്മൾ കരുതിയത്. പക്ഷേ സ്വപ്ന സുരേഷിന്റെ 164 മൊഴി, ആ മൊഴി മജിസ്ട്രേറ്റിന് കൊടുത്ത മൊഴി, ആ മൊഴിക്ക് തെളിവ് മൂല്യമുള്ള മൊഴിയാണ്. ആ മൊഴിയിൽ എന്താ പറയുന്നത്? ആ മൊഴി മജിസ്ട്രേറ്റ് കേട്ടിട്ട് പറഞ്ഞു, ഞാൻ ഞെട്ടിപ്പോയി. 164 മൊഴിയിൽ പറയുന്നു, ഈ കള്ളക്കടത്ത് നടത്തിയ ശിവശങ്കർ അല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്, മുഖ്യമന്ത്രി നേരിട്ടാണ്, സ്പീക്കർ നേരിട്ടാണ് ഡോളർ കടത്തിയത്. 3 മന്ത്രിമാരുണ്ട്. ഇതുവരെ അതിനുത്തരം പറയാൻ കഴിഞ്ഞോ? അമിത്ഷാ ഇവിടെ വന്നു, ശംഖുമുഖം കടപ്പുറത്ത് 5 ചോദ്യങ്ങൾ അയാൾ ചോദിച്ചു, തിരിച്ച് 5 ചോദ്യം അയാൾക്കെതിരെ ഇയാൾ ചോദിച്ചു. 2 പേരും ഉത്തരം പറയുന്നില്ല. എന്താ കിസ് പ്രോഗ്രാമാ? ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്ന ഒരു കൊലപാതകത്തിൽ പിണറായി വിജയന് പങ്കുണ്ട്. എന്നാൽ പിന്നെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്ക് കേസെടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്തൂടെ? തിരിച്ച് മുഖ്യമന്ത്രിക്കെതിരെ 5 ആരോപണം ഉന്നയിച്ചു, ഒരെണ്ണത്തിന് മറുപടി പറഞ്ഞു. നിങ്ങൾ ആലോചിക്കണം, 2005 ഉണ്ടാക്കിയ ഒരു ഏജൻസിയാണ് ED എന്ന് പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഒരു സിവിൽ കോടതിയുടെ അധികാരമുണ്ട്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം, ഫെമ, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് സെക്ഷൻ 50. ED ഒരാളെ ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ ചെല്ലണം, ചെന്നില്ലെങ്കിൽ പൊക്കി എടുത്തുകൊണ്ട് പോയി ചോദ്യം ചെയ്യും. സെക്ഷൻ 50, ഒരു വീട് റെയ്ഡ് ചെയ്യണം, താക്കോല് ചോദിച്ചു കൊടുത്തില്ലെങ്കിൽ ചവിട്ടി പൊടിക്കും. റെയ്ഡ് ആരംഭിച്ചാൽ, റെയ്ഡ് ഒരാഴ്ച നീണ്ടു നിന്നാൽ ആഹാരം കൊടുക്കും, വീട്ടിലുള്ളവർക്ക് വെള്ളം കൊടുക്കും, ഉറങ്ങാൻ സൗകര്യം കൊടുക്കും. റെയ്ഡ് തീരുന്നവര് പട്ടിയും കുട്ടിയും പുറത്തു പോകാൻ തുടങ്ങില്ല ED. സെക്ഷൻ 8, സ്വത്തുക്കൾ കണ്ടുകെട്ടാം. സെക്ഷൻ 17, സ്വത്തുക്കൾ പിടിച്ചെടുക്കാം, അറസ്റ്റ് ചെയ്ത് അകത്തിടാം. ആ EDയെ വരട്ടാൻ കേരളത്തിലെ മുഖ്യമന്ത്രി ഭരണഘടനാ സ്ഥാപനത്തിന്റെ തലപ്പത്തിരുന്ന് പണിയില്ലേ? കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു, ഞാനാണ് EDയെ വിളിച്ചത്, ഞാനാണ് കസ്റ്റംസിനെ വിളിച്ചത്, ഞാനാണ് NIA വിളിച്ചത്. കേരളത്തിലെ മുഖ്യമന്ത്രി ക്ഷണിച്ചു വരുത്തിയ ഏജൻസികൾ അന്വേഷണം നടത്തി
മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം നീളുന്നു എന്ന് കണ്ടപ്പോൾ അനുയായികളെ ഇളക്കിവിട്ട് അവരെ ആട്ടിപ്പായിക്കാൻ ശ്രമിച്ചത് ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് യോജിച്ച പണിയാണോ? നിങ്ങൾ ആലോചിക്കുന്നു. എന്നെ പറയുന്നു, കള്ളപ്പണം വെളുപ്പിക്കൽ മാത്രമല്ല, ദേശവിരുദ്ധ പ്രവർത്തനം, തീവ്രവാദികൾക്ക് പണം കൊടുക്കൽ, രാജ്യദ്രോഹ കുറ്റം, ഇതൊക്കെ വളരെ നിസ്സാരമാണെന്നാണ് പിണറായി വിജയൻ പറയുന്നത്, മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത്. നിങ്ങൾക്കറിയാം, അഴിമതിയുടെ വ്യാപ്തി വളരെ വലുതാണ്. ലൈഫ് പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതി, ഇന്ദിരാ ആവാസ് യോജന, ഇത് കേന്ദ്ര ഗവൺമെന്റ് പ്രോഗ്രാം. നരേന്ദ്രമോദി പേര് മാറ്റി ഇന്ദിര എന്ന് കേട്ടാൽ കലിയാണ് അയാൾക്ക്. അതുകൊണ്ട് ഇന്ദിരാ ആവാസ് യോജന പ്രധാനമന്ത്രി ആവാസ് യോജനയാക്കി. ഇതൊരു കേന്ദ്ര ഗവൺമെന്റ് പരിപാടിയല്ല, സംസ്ഥാന ഗവൺമെന്റ് പരിപാടിയല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലൈഫ് 4 ലക്ഷം രൂപയാണ് ഒരു വീട് വയ്ക്കാൻ കൊടുക്കുന്നത്. വിഹിതം എത്ര? ജില്ലാ പഞ്ചായത്ത് 98,000, ബ്ലോക്ക് പഞ്ചായത്ത് 1,12,000, ഗ്രാമപഞ്ചായത്ത് 70,000, കേന്ദ്ര ഗവൺമെന്റ് 72,000, 40,000 രൂപ, 48,000 രൂപ സ്റ്റേറ്റ് ഗവൺമെന്റ്. കേരള ഗവൺമെന്റ് ആകെ കൊടുക്കുന്നത് വീട് വയ്ക്കാൻ ലൈഫിൽ 48. എന്നിട്ട് ദുബായിലെ റെഡ് ക്രസന്റ് കൊടുത്ത 20 കോടിയിൽ 4.5 കോടി രൂപ കമ്മീഷൻ പറ്റി. ലൈഫിൽ അഴിമതി, കെ ഫോണിൽ അഴിമതി, തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിന്റെ 3ാം ഘട്ട വികസനം, ടോറസ് ഡൗൺ ടൗൺ അഴിമതി, സ്മാർട്ട് സിറ്റി അഴിമതി. മാത്രമാണോ? KSFE-യിലെ ചിട്ടി കള്ളപ്പണം പഠിപ്പിക്കലാന്ന് വിജിലൻസ് കണ്ടെത്തി മുഖ്യമന്ത്രിയുടെ. KFC കോടികൾ എഴുതി തള്ളുന്നു. കിട്ടാക്കടം ആരുടെ കടം? ബാർ മുതലാളിമാരുടെ പണം, സിനിമാ നിർമ്മാതാക്കളുടെ പണം. അപ്പൊ KFC-യിൽ നിന്ന് ബാർ തുടങ്ങാൻ ലോൺ എടുത്തത് എഴുതി തള്ളുന്നു. അതുപോലെ സിനിമ നിർമ്മിക്കാൻ പണമെടുത്തു, എഴുതി തള്ളുന്നു. വ്യാപകമായ അഴിമതി. ഇതൊക്കെ കണ്ടുപിടിച്ചത് ആരാ? കിഫ്ബി. ഭരണഘടനാ വിരുദ്ധമാണ്. മസാല ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണ്. ഇതൊക്കെ കണ്ടുപിടിച്ചത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. കേരളത്തിന്റെയും ഇന്ത്യയുടെയും ചരിത്രത്തിൽ ആദ്യമായി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന ഭരണഘടനാ സ്ഥാപനത്തിനെതിരെ ഭരണഘടനാ സ്ഥാപനമായ കേരള നിയമസഭ ഒരു പ്രമേയം പാസാക്കി. ജനാധിപത്യത്തിന്റെ കറുത്ത ദിവസം. എങ്ങോട്ടാണ് ഈ ഗവൺമെന്റ് പോകുന്നത്? എത്ര രാഷ്ട്രീയ കൊലപാതകം, എത്ര സ്ത്രീപീഡനം, പാലത്തായി അടക്കം, വാളയാർ അടക്കം. എന്തിനാണ് ഒരു തുടർ ഭരണത്തിന് വോട്ട് ചെയ്യുന്നത്? ഒരു തുടർ ഭരണം കേരളത്തിൽ വരാൻ ആവശ്യമായ എന്തെങ്കിലും ചെയ്തോ? കോവിഡ്-19 ഒരു മഹാമാരി. ഈ മഞ്ചേശ്വരത്തുകാരോട് പറഞ്ഞു തരണോ നിങ്ങൾ അനുഭവിച്ച യാതന, വേദന? ഡബിൾ ലോക്ക്, ട്രിപ്പിൾ ലോക്ക്, ലോക്ക്ഡൌൺ. പോലീസ് സ്പീഡ് കയറി അടിച്ചില്ലേ നാട്ടുകാരെ മുഴുവൻ? കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത അരി വിതരണം ചെയ്യുന്ന ആരാ? ഡിവൈഎഫ്ഐക്കാർ. ആർക്കാ കൊടുത്തത്? LDF-കാർക്ക് മാത്രം. കോവിഡ്-19 എന്ന മഹാമാരി വന്നപ്പോൾ വിദേശ മലയാളികളിൽ ഒരാളുടെ ജീവൻ പോലും മരണത്തിന് വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞിട്ട് ഒരാളിന്റെ ജീവൻ രക്ഷിക്കാൻ എന്ത് ചെയ്തു? വിദേശ മലയാളികൾ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ബോംബെ അടക്കം ജീവിക്കുന്ന മലയാളികളെ കൊണ്ടുവരാൻ എന്ത് ചെയ്തു? BBC ഈ ഗവൺമെന്റ് വാഴ്ത്തി എന്ന് പറഞ്ഞു. ഇപ്പൊ BBC പറയുന്നു, ഹൗ കേരളാസ് കോവിഡ് സക്സസ് സ്റ്റോറി കെയിം അൺഡൗൺ. പടവലിങ്ങ വളരുന്നവർ താഴോട്ടാണ് കോവിഡ് നിയന്ത്രിച്ചത്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് ഉള്ള സ്ഥലം കേരളമാണ്. ഇതൊക്കെ PR ഏജൻസിയെ വെച്ച് ഈ ഗവൺമെന്റ് അവരുടെ അവദാനങ്ങൾ വാഴ്ത്തുന്നു. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒന്നില്ല. യൂണിടാക് കമ്പനി 5 മൊബൈൽ ഫോൺ സംഭാവനയായി കൊടുത്തു.
കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു അതിലൊന്ന് രമേശ് ചെന്നിത്തലയ്ക്കാണ് കൊടുത്തത്. രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്ത ഫോൺ രാത്രി കോടിയേരി ബാലകൃഷ്ണന്റെ തലയിണക്കടിയിൽ തൊട്ടടുത്ത് കിടക്കുന്ന പെണ്ണുമ്പുഴയുടെ തലയിണക്കടിയിൽ ബെല്ലടിച്ചപ്പോഴാണ് അറിയുന്നത് അവിടെ അല്ല കൊടുത്തത്, വീട്ടിൽ തന്നെയാണ്. ആലോചിച്ചതൊക്കെ ശാസ്ത്രീയമായി കണ്ടുപിടിച്ചു. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഊരിപ്പിടിച്ച വാളിന്റെ നടുവിലൂടെ നെഞ്ചും പിരിച്ചു പോയ പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ഇടി വിളിച്ചു ചോദ്യം ചെയ്യാൻ. ഉടനെ പറഞ്ഞു എനിക്ക് ഹൃദയത്തിന് അസുഖമുണ്ട്. പിന്നെ പറഞ്ഞു എനിക്ക് നെഫ്രോളജി പ്രോബ്ലം, കിഡ്നിക്ക് അസുഖം. പിന്നെ പറഞ്ഞു എനിക്ക് ന്യൂറോളജി പ്രോബ്ലം. മെഡിക്കൽ കോളേജിൽ ഞാൻ വിളിച്ചു ചോദിച്ചു ഇയാൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞു കാർഡിയോളജി മുഴുവൻ പരിശോധിച്ചു, ഹൃദയത്തിന് ഒരു അസുഖമില്ല. നെഫ്രോളജി മുഴുവൻ പരിശോധിച്ചു, കിഡ്നി സംബന്ധമായ അസുഖമില്ല. ന്യൂറോളജി പരിശോധിച്ചു, ഒരു അസുഖം ഇല്ലെങ്കിലും ഞരമ്പ് രോഗം ചെറുതായിട്ടുണ്ട് എന്ന് ന്യൂറോളജി കണ്ടെത്തി. ഇനി പരിശോധിക്കാൻ ആരാ? മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൾ പറഞ്ഞു ഇനി പരിശോധിക്കാൻ ഗൈനക്ക് മാത്രമേ ഉള്ളൂ. എന്താ ഗൈനക്കിന്റെ പണി? ഗർഭമുണ്ടോ എന്ന് പരിശോധിക്കാൻ. അതൊഴിച്ച് ബാക്കിയില്ല. എടാ, ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, വടിയിൽ ഖനമില്ലാത്തവൻ, വടിയിൽ പേടിയില്ലാത്തവൻ ഇഡിയെ പേടിക്കേണ്ട കാര്യമുണ്ടോ? മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി രവീന്ദ്രൻ വിളിച്ചപ്പോൾ പറഞ്ഞു കോവിഡ് ആണ്. കോവിഡ് ആണെങ്കിൽ 3 ടെസ്റ്റാണ്: ആന്റിജൻ ടെസ്റ്റ്, തുർണ ടെസ്റ്റ്, റാപ്പിഡ് PCR. ടെസ്റ്റ് കഴിഞ്ഞാൽ നെഗറ്റീവ് ആണോ സർട്ടിഫിക്കറ്റ് തരും, പോസിറ്റീവ് ആണോ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ സർട്ടിഫിക്കറ്റ് ഇല്ല. കോവിഡ് മാറിക്കട്ടെ, മാറിക്കഴിഞ്ഞപ്പോൾ കോവിഡ് ആനന്തര രോഗം തീർന്നോട്ടെ, പെണ്ണുങ്ങളെ കൊണ്ടുപോയി ചോദ്യം ചെയ്തു. അപ്പോഴാണ് അറിയുന്നത് ജീവിക്കാൻ മാർഗമില്ലാത്ത മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യ പറഞ്ഞു 88 ലക്ഷം രൂപ കൊടുത്ത് ഒരു മണ്ണുമാന്തി യന്ത്രം വാങ്ങിച്ചു. 1 മണിക്കൂർ 2500 രൂപ വാടക, 24 മണിക്കൂറും പ്രവൃത്തി. അങ്ങനെ 2.5 കൊല്ലമായി വാടക കിട്ടുന്നു. ആരാ വാടക കൊടുക്കുന്നത്? ഊരാളുകൾ സൊസൈറ്റി. 100 മണ്ണുമാന്തി യന്ത്രം വാങ്ങിക്കാൻ സാമ്പത്തിക സ്വാധീനമുള്ള ഊരാളുകൾ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ 88 ലക്ഷം രൂപയുടെ ഈ മണ്ണുമാന്തി യന്ത്രം വേണോ? ചുരുക്കി പറഞ്ഞാൽ പാർട്ടിയും ഗവൺമെന്റും അഴിമതിയിൽ മുങ്ങിക്കുടിച്ചു നിൽക്കുന്നു. KPSC-നെതിരെ അന്യനെ വിട്ടിട്ട് കിട്ടുന്നില്ല. ലഹരി മുക്ത കേരളം. പക്ഷെ കേരളം മൊത്തം സ്കൂളുകളിൽ, കോളേജുകളിൽ ആള് കൂടുന്നിടത്ത് ലഹരി മുട്ടായി വിതരണം ചെയ്യുന്നത് കോടിയേരിയുടെ മകൻ. അവനിപ്പോ കിടക്കുന്നത് പരപ്പ അഗ്രഹാര ജയിലിൽ. ഇവിടെ നമ്മുടെ പ്രിയങ്കരനായ MLA ഇതിന്റെ എന്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത്? ബിസിനസ്സുകൾ നടത്തും, ലാഭം കിട്ടുമ്പോൾ പങ്കുവയ്ക്കും. ബിസിനസ്സുകൾ പൊളിയുമ്പോൾ ലാഭം പങ്കിട്ടവൻ നഷ്ടം സഹിക്കണം. അത് സിവിൽ കേസല്ലേ? അതിനകത്ത് എന്ത് ക്രിമിനൽ കേസാണ്? കോടതിയിൽ കേസ് കൊടുത്ത് കിട്ടാനുള്ള പണം മേടിക്കണം. അതിന് ഗവൺമെന്റ് എന്താ കാര്യം? അപ്പോ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ മയക്കുമരുന്ന് കേസിൽ അഗ്രഹാര ജയിലിൽ കിടക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളെ വൈരവിര്യാതനത്തോടുകൂടി അകത്താക്കി പകരം വേണ്ടി പകരത്തിന് പകരം വരുത്താൻ ശ്രമിക്കുന്നത് ജനാധിപത്യ മര്യാദയാണോ? ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കുന്നതാണോ? ആലോചിക്കും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലേക്ക് മടങ്ങി വരണം. ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നു എന്ന് പറഞ്ഞതുപോലെ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിൽ BJP-യും മാർക്സിസ്റ്റ് പാർട്ടിയും ഉണ്ടാക്കിയിരിക്കുന്ന രഹസ്യധാരണ ചീഞ്ഞു നാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ രാജ്യം ഒരു മതേതര രാഷ്ട്രമായി തുടരണമെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് തന്നിരിക്കുന്ന മൗലികമായ അവകാശങ്ങൾ അനസ്യൂതം അഭംഗുരം നമുക്ക് അനുഭവിക്കണമെങ്കിൽ ഒരിക്കൽ കൂടി മഞ്ചേശ്വരം കമറിന് കൊടുത്തതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം AK പക്ഷം കൊടുത്ത് അദ്ദേഹത്തെ വിജയിപ്പിക്കണം, MLA ആക്കണം. ഇവിടുത്തെ ഇത്തവണത്തെ കാസർഗോഡിന്റെ സ്ഥിതി കണ്ടിട്ട് എനിക്ക് തോന്നുന്നു 5 MLA-മാർ UDF-നുണ്ടാവും. മഞ്ചേശ്വരം, കാസർഗോഡ്, ഉടുമ, കാഞ്ഞങ്ങാട്. ഇതാ KM മാണിയുടെ മോൻ നമ്മളെ വിട്ടുപോയെങ്കിലും മോളെ ഭർത്താവ് നമ്മളോട്
അദ്ദേഹമാണ് പോൾ ജോസഫ്, എറണാകുളം കളക്ടർ, അവിടുത്തെ മേയറായിരുന്നു. ഇപ്പോ തൃക്കരിപ്പൂർ നമ്മളിവിടെ കൈവിടാൻ പോകുന്നു എന്ന വാർത്തയാണ് കേട്ടിരിക്കുന്നത് LDF-നെ. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടാൻ കാസർഗോഡും കളമൊരുക്കി കഴിഞ്ഞു. കേരളത്തിൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സീറ്റ് പ്രഖ്യാപിച്ചത് ഉദുമയാണ്. കേരളത്തിൽ കോൺഗ്രസ് ജയിക്കാൻ പോകുന്ന ആദ്യത്തെ സീറ്റും ഉദുമയായിരിക്കും. മഞ്ചേശ്വരത്തൊക്കെ വോട്ട് കണ്ട 7:30 അറിയാം ആരാ MLA. തർക്കമുണ്ടോ? AK അഷ്റഫ്, എന്നെ നെല്ലിക്കുന്ന്. തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണിക്കഴിഞ്ഞാൽ ബാലകൃഷ്ണൻ പെരിയ, PV സുരേഷ്, അതുപോലെ തന്നെ നമ്മുടെ കാസർഗോട്ടെ തൃക്കരിപ്പൂരിൽ പോൾസ് ജോസഫ്. നമുക്ക് 5 സീറ്റും ഈ ജില്ലയിൽ പിടിച്ചെടുക്കണം. UDF-നെ അധികാരത്തിൽ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഒരു തുടർ ഭരണം വന്നാൽ ഉള്ളൂർ പിരിയ കല്യോട്ട് നമ്മുടെ മനസ്സിൽ വേണം. അരിയിൽ ഷുക്കൂർ നമ്മുടെ മനസ്സിൽ വേണം. സുഹൈബ് നമ്മുടെ മനസ്സിൽ വേണം. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്ര വീടുകൾ അടിച്ചു തകർത്തു, എത്ര വാഹനങ്ങൾ തീയിട്ടു, എത്ര ആളുകളെ മാരകമായി വെട്ടി പരിക്കേൽപ്പിച്ചു. മാർസിസ്റ്റുകാർ സംഹാര താണ്ഡവമാടാൻ തുടർ ഭരണം വന്നാൽ ഇടയുണ്ട്. അതുകൊണ്ട് അത്തരമൊരു ഭരണം ഇനി കേരളത്തിൽ ഒരിക്കലും ഉണ്ടാകാതിരിക്കണമെങ്കിൽ കാസർഗോഡ് UDF-ന്റെ ശക്തി ദുർഗമായി മാറണം. മഞ്ചേശ്വരം അടക്കം എല്ലാ മണ്ഡലങ്ങളിലും ജയിക്കണം. ശ്രീ AK അഷ്റഫിന് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഈ കൺവെൻഷൻ ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ജയ് ഹിന്ദ്. നിങ്ങളുടെ പ്രിയപ്പെട്ട